ആദ്യേട്ട. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. എല്ലാവരിലും സംശയം നിറഞ്ഞു. ആരാ? ആദിയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ആമി വല്ലാതായി. ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയിരുന്നെങ്കിലെന്ന് ഉള്ള തൊട്ടവൾ പ്രാർത്ഥിച്ചു. അടുത്തിരുന്നൊരു കസരയിൽ പിടിമുറുക്കി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. എന്തോന്ന് ആദ്യത്? മതി നിന്റെ തമാശ. കത്രിയുടെ ശാസ്ത്രയോടുള്ള സംസാരം കേട്ട് ആമി തലയുർത്തി നോക്കുമ്പോൾ തന്നെ നോക്കി ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആദിയെ കണ്ട് ആമിക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി, മൂക്ക് ദേഷ്യം കൊണ്ട് ചുവന്നു, കണ്ണുകൾ കുറുകി. ഇത്ര നേരം നിനക്ക് വേണ്ടി ഇവിടെ കിടന്ന് കരഞ്ഞ കൊച്ചാണ്. അതിനിനിയും കരിച്ച ദൈവം പൊറുക്കില്ല നിന്നോട്. കത്രീന പറഞ്ഞു കേട്ട് ആദ്യം അവരെ നോക്കി കൺചെമ്മി. ഒന്നുമില്ല അമ്മേ, ഇതൊക്കെ ചുമ്മാതല്ലേ. അവൾ ആ ഒരു ഭാവം കാണാൻ. ആദ്യം പറഞ്ഞു കേട്ട് ആമി അവനെ നോക്കി കണ്ണുരുട്ടി. കത്രീനമ്മേ, പിള്ളേരൊന്ന് പുറത്തേക്ക് നില്ല്, അവർക്കെന്തേലും പറയാനും കാണും. മാർട്ടിൻ പറഞ്ഞു കേട്ട് ആദ്യം ഞെട്ടി. നിങ്ങളിപ്പോൾ പോയി രാക്ഷസനെ ജീവനോട് വെച്ചേക്കില്ലട്ടോ. ആദ്യം പറഞ്ഞു കേട്ട് ചിരിച്ചു. ആദ്യം ആൽബിയെ നോക്കി പോവല്ലാളെ എന്ന ഭാവത്തിൽ ദയനീയമായി നോക്കി. നീയായിട്ട് വരുത്തി വെച്ചതല്ലേ. രണ്ടു കൈ നീട്ടി സ്വീകരിച്ചു എന്ന ഭാവത്തിൽ മറുപടിയായി നോക്കി. അവരെ നോക്കി ചിരിച്ച് എല്ലാവരും മുറിവിട്ടിറങ്ങി. ആമി അവനെ നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആമിസേ, എടോന്നിരിക്കെ. ആദ്യ വിളി കേട്ടപ്പോൾ ആമി മുഖം തിരിച്ചു. എനിക്ക് അവിടേക്ക് വരാൻ പറ്റില്ലടി, അതുകൊണ്ടല്ലേ ഇങ്ങ് വാ. അവൻ പറഞ്ഞു കേട്ട് ആമി അവൻ്റെ അടുത്തിരുന്നു. മുഖം എതിർഭാഗത്തേക്ക് തിരിച്ചു. ചുമൊരു തമാശ കാണിച്ചതല്ലേ, നീ സീരിയസ് ആക്കല്ലേ. ആദ്യം പറഞ്ഞു കേട്ട് ആമി അവനെ നേരെ മുഖം തിരിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടതും ആദ്യം വല്ലാതായി. ആദ്യട്ടെല്ലാം തമാശ. ഇന്നലെ രാത്രി മുതൽ ഞാൻ അനുഭവിച്ച ടെൻഷൻ വല്ലതും നിങ്ങൾക്ക് അറിയണോ? ഒന്നും വിളിക്കാതെ, ഒന്നും കാണാതെ, ഇവിടെ ഒന്നും പോലും അറിയാതെ ഇന്ന് ആൽബിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിളിക്കാതെ ദൈവങ്ങളില്ല. ഒന്നും അറിയണ്ടല്ലോ നിങ്ങൾക്കറിയാലോ. എൻ്റെ സങ്കടമായാലും സന്തോഷമായാലും എല്ലാം നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമേ മാറുള്ളൂന്ന്. ഇന്ന് ഞാൻ ഓടിപ്പിടിച്ച് ഇവിടെ വന്നപ്പോൾ ആരായെന്ന് ചോദിച്ചപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. എപ്പോഴും തമാശ മനസ്സിലാക്കാൻ കഴിയില്ല ആദ്യേട്ട. ആമി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. പേടിച്ചു പോയോ? അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ചോദിച്ചു. ഇല്ലാണ്ടായി പോയി. ആമി പറഞ്ഞത് കേട്ട് ആദ്യ ചെറുചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി. സോറി, നീ കരഞ്ഞലമ്പാക്കി കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിന്റെ മൂഡ് മാറ്റം വെറുതെ പറഞ്ഞതാ. ഇത്രയ്ക്ക് ഫീലാവുമെന്ന് ഓർത്തില്ലടി. ആദ്യം പറഞ്ഞു കേട്ട് ആമി അവനെ നോക്കി. ആദ്യം അവിടെ കൈയെടുത്ത് അവനെ നെഞ്ചോട് ചേർത്തു. അവളുടെ കണ്ണിലേക്ക് നോക്കി. പെട്ടെന്ന് വാതിൽ തുറന്നു. രണ്ടുപേരും കൈ മോചിപ്പിച്ച് അകന്ന് മാറി വാതിൽ പടിയിലേക്ക് നോക്കി. അയ്യോ, ഞാൻ പെട്ടെന്ന്. അത് പിന്നെ ചാരു പെട്ടെന്ന് നിന്നെടുത്തുനിന്ന് ചുറ്റിലും വട്ടം കറങ്ങി. നീ എങ്ങനെ ഇവിടെ? ആദ്യം ചാരുവിന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതേ അവസ്ഥയിലായിരുന്നു ആമിയും. ഞാൻ പിന്നെ വരാം. ചാരു അത് പറഞ്ഞ് വാതിലടക്കാൻ തോന്നിയപ്പോൾ ആദ്യം അവളെ വിളിച്ചു. ഞാൻ പറഞ്ഞല്ലേ ചാരു, ഇപ്പം കയറല്ലേ എന്ന് ക്രിസ്റ്റി വാതിൽ പടിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അത് ഞാനിവനെ കാണാനുള്ള ത്വര കൊണ്ട് കയറിപ്പോയതല്ലേ. ചാരു ചമ്മിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എങ്ങനെ അറിഞ്ഞു? ആദ്യം ചാരുവിനോട് ചോദിച്ചു. നന്ദേട്ടൻ പറഞ്ഞതാ. കേട്ടപ്പോൾ ടെൻഷനായി. ഞങ്ങളപ്പം തന്നെ ഇങ്ങ് പോന്നു. ചാരു പറഞ്ഞു കേട്ട് ആദ്യം തലയിൽ കൈവച്ചു. നീ അമ്മയോട് പറഞ്ഞു ഇത്? ആദ്യം പറഞ്ഞു കേട്ട് ചാരു രണ്ടു ഭാഗത്തേക്കും തലയെനിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം, അതെങ്ങനെ എന്തോ അമ്മയോട് പറഞ്ഞ നീ എന്നെ കൊല്ലുമെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ 2 ദിവസമായി നിന്റെ വീട്ടിലാണ്. എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ല. അതുകൊണ്ട് കളവ് പറഞ്ഞ് ചാടാൻ സുഖമായി. ചാരു അടുത്തുള്ള ഒരു കസേരയിലിരുന്നു. അവരൊക്കെ എവിടെ പോയി? ചാരു പറഞ്ഞു കേട്ട് ആദ്യം ചോദിച്ചു. കുടുംബത്തിൽ ആരുടെ കല്യാണം ഉണ്ട്, അവിടേക്ക് പോയതാ. ഞാൻ പോയില്ല. അതങ്ങനെയാണല്ലോ. ആദ്യം അവൾക്ക് മറുപടി കൊടുത്തു. അല്ല, ചേച്ചി എങ്ങനെ ഇവിടെ? തനിച്ചാണോ? ആമി ചോദിച്ചു കേട്ട് ചാരു നെളിച്ചു. പറയടി. ആദ്യയുടെ ശബ്ദം കനത്തു. ഞാൻ പറയാം. നീ നന്ദേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ ആദ്യയെ കാണുന്നില്ലെന്ന്? ചാരു ആമിയെ നോക്കി പറഞ്ഞപ്പോൾ ആമി തലയാട്ടി. ഇന്ന് രാവിലെയാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് ടെൻഷനായി. എവിടേക്ക് വരണമെന്ന് തോന്നി. സ്കൂളിൽ 2 ടീച്ചേഴ്സിന് ഒരു ക്യാമ്പ് ഉണ്ടെന്നും കോഴിക്കോട് വെച്ചാണെന്നും പറഞ്ഞ് ഞാൻ പോന്നു. പകുതി എത്തിയപ്പോഴാണ് ഇവൾ വിളിച്ച് പറഞ്ഞത് ഹോസ്പിറ്റലാണെന്ന്. അവൾ വീട്ടിൽ പോയതാണെന്ന്. ചാരു പറഞ്ഞു കേട്ട് ആമി അന്തം വിട്ടു നിന്നു. പെട്ടെന്നാണ് ഡോർ തുറന്ന് അന്തം വരുന്നത്. ആമി അവനെ നോക്കി. ഇതാണ് സ്കൂളിലെ മറ്റേ ടീച്ചറ്? ആദ്യം ചോദിച്ച കേട്ട് ചാരു വിളിച്ചുകൊണ്ട് തലയാട്ടി. നന്ദൻ ആമിയുടെ തോളിലൂടെ കൈയിട്ടു. ആമി അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. ഇപ്പം എങ്ങനെയുണ്ട് അളിയ? നന്ദൻ ആദ്യയോട് ചോദിച്ചു. ഇപ്പം പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു പെയിനുണ്ട്, അത്രേ ഉള്ളൂ. ആദ്യം ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. ഇതെന്തു പറ്റിയതാ? ആക്സിഡൻ്റ് ആണോ? ചാരു ആദ്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത്രയും നേരം തമാശ പോലെ പറഞ്ഞെങ്കിലും അത് ചോദിക്കുമ്പോൾ അവളുടെ ശവത്തിൽ പിടച്ചിലുണ്ടായിരുന്നു. ആക്സി കുത്തിയതാ. ആദ്യം എന്തോ പറയാൻ വന്നപ്പോഴേക്കും ആമി മറുപടി കൊടുത്തു. ആദ്യം അവളെ നോക്കുമ്പോൾ മുഖത്ത് മറ്റൊരു ഭാവമില്ല.
നന്ദന്റെ നെഞ്ചിൽ ചാരു തന്നെയാണ് നിൽക്കുന്നത്. കുത്തിയതോ? ആര്? ചാരു അവന്റെ അടുത്തേക്ക് നീങ്ങി. എന്റെ പൊന്നു ചാരു, അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. ആദ്യം ചാരുവിനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. എന്താ നടന്നെന്ന് പറ ആദ്യേട്ടാ. ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് അവിടെ ഇരുന്ന് ലേസ് കഴിക്കുന്ന മിലിയെ എല്ലാവരും കണ്ടത്. അതൊന്നും ഇപ്പൊ പറയണ്ട. ആദ്യം ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഒന്ന് പറ ആദി, ഇല്ല ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ച് ചാവും. ചാരു പറഞ്ഞു കേട്ട് ആദ്യം അവളെ നോക്കി. നീ പറ എന്തുണ്ടായി എന്ന്. ആൽബി കൂടെ പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ച് തലയാട്ടി. എല്ലാവരും ഒരേ സ്ഥലത്തേക്കായി ഇരിപ്പുറപ്പിച്ചു. ആമി നന്ദൻ എന്ന കസയുടെ പുറകിലിരുന്നു. വൈകുന്നേരമായപ്പോൾ സച്ചി വിളിച്ചിരുന്നു. അവന് സൂര്യനെ ശരിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ. രാത്രി ഞാൻ സച്ചിനെ വിളിച്ച് സ്റ്റേഷനിൽ വരുത്തി. ആദ്യം കഴിഞ്ഞ ദിവസത്തെ ഓർമ്മയിലേക്ക് നീങ്ങി. സച്ചിൻ സ്റ്റേഷന്റെ മുന്നിലെത്തി ആദ്യയെ വിളിച്ചു. അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞപ്പോൾ സച്ചിൻ അകത്തേക്ക് ചെന്നു. നിനക്ക് ദേഷ്യം തീരുന്നവരടിച്ചോ, പക്ഷെ പുറമെ അവന്റെ ശരീരം അതൊന്നും അറിയരുത്. ആദ്യം പറഞ്ഞതിന് സച്ചിൻ തലയാട്ടി സമ്മതിച്ചു. ആദ്യം ഒരു സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് പുറത്തേക്ക് ഇറങ്ങി. തണുത്ത കാറ്റ് അവനെ തലോടി. ഓരോ പഫ് എടുക്കുമ്പോഴും അവൻ എന്തോ സംതൃപ്തി ഉണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം അകത്തുനിന്ന് സച്ചിൻ ഇറങ്ങി വന്നു. ഷർട്ടിന്റെ കൈ മടക്കി വെച്ച് അവൻ ആദ്യയുടെ അടുത്ത് വന്ന് നിന്നു. ആദ്യം അവന് നേരെ സിഗരറ്റ് നീട്ടി. വേണ്ടേട്ടാ, സത്യക്ക് ഇഷ്ടമല്ല. ഇത് വലിച്ച പിന്നെ അവളെ അടുത്ത് പോകാൻ പറ്റില്ല. സച്ചിൻ സ്നേഹത്തോട് അതിനെ നിരസിച്ചു. ആദ്യം ചിരിച്ചുകൊണ്ട് ഒരു പഫ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞ് കാലുകൊണ്ട് നിരിച്ചു. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. എവിടെയോ മഴ പെയ്യുന്നുണ്ടാവും. ഞാൻ വീട്ടിലേക്ക് പോട്ട്, അവിടെ ആമി തനിച്ചാണ്. മഴ പെയ്താൽ പെണ്ണിന് പേടിയാവും. ആദ്യം പറഞ്ഞു കേട്ട് സച്ചിൻ ഒന്ന് ചിരിച്ചു. നീ കാറെടുത്തോ, നിന്റെ ബൈക്ക് എനിക്ക് വേണം. കയ്യിലെ കാറിന്റെ കീ അവനെ ഏൽപ്പിച്ചു. ആദ്യം സച്ചിന്റെ ബൈക്കിന്റെ കീ വാങ്ങി അകത്തേക്ക് കയറി. അവിടെയുള്ള പോലീസുകാരുടെ എന്തൊക്കെയോ നിർദ്ദേശം നൽകി. ആദ്യം തിരിച്ച് സച്ചിന്റെ ബൈക്ക് സ്റ്റാർട്ടാക്കി. ആദ്യയോട് യാത്ര പറഞ്ഞ് സച്ചിൻ കാറ് മുന്നോട്ടെടുത്ത് പുറകെയായി ആദ്യം. രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞു. ആദ്യം എന്തൊക്കെയോ ആലോചിച്ച് ബൈക്ക് ഓടിക്കുമ്പോഴാണ് മുന്നിലൊരു ഇപ്പിന്റെ വെളിച്ചം കണ്ണിലേക്ക് തട്ടിയത്. ഒരു കൈ കൊണ്ട് അത് മറച്ചു പിടിച്ചു. മുഖം ഒരു ഭാഗത്തേക്ക് തിരിച്ചു. പെട്ടെന്ന് അതിന്റെ വെളിച്ചം മണഞ്ഞു. ആദ്യം മുന്നോട്ട് നോക്കിയപ്പോൾ തണ്ടും തടിയുമുള്ള 3 ആളുകൾ ആ ജീപ്പിന്റെ സൈഡിലുണ്ട്. ആദ്യം ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി. എന്താ SCP സാറേ, ഞങ്ങളെ ചെക്കിനെ നിങ്ങൾ പിടിച്ച ഞങ്ങൾ നോക്കി നിൽക്കുമെന്ന് കരുതിയോ? ഒരുത്തൻ കയ്യിലെ വടി കറക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നു. അങ്ങനെ കരുതാൻ ഞാൻ അത്രയ്ക്ക് മണ്ടനല്ലല്ലോ. ചോദിക്കാൻ വരുമെന്ന് അറിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ കൂടെ ഇതിനെ തലവൻ ആ പട്ടരെ കൂടെ ഞാൻ പ്രതീക്ഷിച്ചു. ആദ്യ ഷർട്ടിന്റെ കൈ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പറഞ്ഞു. ഈ ചീള് കേസിന് പട്ടർജി വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സാറേ, ഞങ്ങൾക്ക് തന്നെ ധാരാളമല്ലേ. അതിലൊരുത്തം പറഞ്ഞു കേട്ട് ആദ്യം ഒന്ന് ചിരിച്ചു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. അപ്പൊ എങ്ങനെയാ സാറേ, ഞങ്ങളുടെ പൈനിങ്ങിന് ഇറക്കി വിട്ടേക്ക്. സാറിനും സാറിന്റെ കുടുംബത്തിനും അതാവും നല്ലത്. ഒരുത്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ആദ്യം ഒരടി മുന്നോട്ട് വെച്ചു. എനിക്ക് മനസ്സില്ല. ആദ്യയുടെ കൂസലില്ലാത്ത സംസാരം കേട്ട് അവർക്ക് ദേഷ്യം വന്നു. ഒരാൾ ആദ്യയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടാൻ നോക്കിയെങ്കിലും ആദ്യം ഒഴിഞ്ഞു മാറി. മറ്റു 3 പേര് ഒരുമിച്ച് ആക്രമിച്ചെങ്കിലും ആദി ഒരുവിധം പിടിച്ചു നിന്നു. ഏറെ നേരത്തെ അടിക്ക് ശേഷം ഒരുത്തൻ ആദിയുടെ വലത് കൈ പിടിച്ചു, മറ്റൊരാൾ ഇടത് കൈയും. ആദി കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. നിലത്ത് വീണ കിടന്ന ഒരാൾ അരയിൽ നിന്ന് കത്തിയെടുത്ത് അവന് നേരെ വന്നു. വയറിൽ കുത്തേറ്റപ്പോൾ ആദി ഒന്ന് പിടഞ്ഞു. വേദന കടിച്ചു പിടിച്ചു നിന്നെങ്കിലും രണ്ടാമത്തെ കുത്തിൽ അവന്റെ കൺട്രോൾ നഷ്ടമായിരുന്നു. എവിടെ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോൾ അവർ 4 പേരും ജീപ്പിൽ കയറ്റി സ്ഥലം കാലിയാക്കി. ആദ്യ ആ നടുറോഡിൽ ചോരയിൽ മുങ്ങി. അവന് കൂട്ടായി ആർത്തുരമ്പി പെയ്യുന്ന മഴയുണ്ടായിരുന്നു. പിന്നെ കണ്ണു തുറന്നപ്പോൾ ഞാനിവിടെയാണ്. ആദ്യം അത്ര പറഞ്ഞ് ആമിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കൈകൾ നന്ദന്റെ ഷോൾഡറിൽ മുറുകിയിരുന്നു. ഞാൻ കരുതിയ ഗുണ്ടുകളൊക്കെ ആദ്യമായിട്ട് അടിച്ചു വീഴ്ത്തി കാണുമെന്ന് മിനി നിരാശയോടെ പറഞ്ഞു കേട്ട് ആദ്യം അവൾ കണ്ട സിനിമ മുഴുവൻ കണ്ടിട്ട് വലിയ ഡയലോഗ് അടിക്കല്ല മോളെ. സിനിമയല്ല ജീവിതം. എന്റെ ഇരട്ടി വലുപ്പമുള്ള 4 തടിയന്മാരെ അടിച്ചു വീഴ്ത്താൻ ഞാൻ ഡിങ്കന് പഠിക്കാണല്ലോ. ആദ്യം പറഞ്ഞു കേട്ട് മിലി ഒന്ന് ഇളിച്ചു. അതേസമയമാണ് ഡോർ തുറന്ന് ഡോക്ടർ അകത്തേക്ക് വന്നത്. അത് സാർ ഓക്കെ അല്ലേ? ഡോക്ടർ ചിരിയോട് ചോദിച്ചു. ഞാനിപ്പോൾ ഡബിൾ ഓക്കെയാണ് സാറേ, എനിക്കൊന്ന് വീട്ടിലെത്തിയാൽ മതി. ആദ്യം പറഞ്ഞു കേട്ട് ഡോക്ടർ അവനെ നോക്കി. ആഹാ, നല്ല കാര്യമായി. ഇപ്പം അങ്ങ് റൂമിലേക്ക് മാറ്റിയതല്ലേ ഉള്ളൂ, അപ്പോൾ ഇനി വീട്ടിലേക്ക് മാറ്റാനോ? ഡോക്ടർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടെ കിടന്ന് എനിക്ക് സ്വയം തോന്നും ഞാനൊരു രോഗിയാണെന്ന്. വീട്ടിലാണെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ. ആദ്യമായിട്ട് അങ്ങനെ പലതും പറയും ഡോക്ടർ, അതൊന്നും കേൾക്കണ്ട. ഡോക്ടർ എന്തോ പറയുന്നതിന് മുമ്പ് ആമി ഇടയിൽ കയറി. ഡോക്ടർ എന്തൊക്കെയോ ചെക്ക് ചെയ്ത് നേഴ്സിന് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി പുറത്തേക്ക് പോയി. കത്രീൻ അവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞെങ്കിലും ആമിയും ചാരും ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് അയച്ചു. കൂടെ മാർട്ടിനും മിരയെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആൽബിയും ഇറങ്ങി. സമയം 4 അടുത്തപ്പോൾ ചാരുവും നന്ദനും ചായ കുടിക്കാൻ ക്യാൻറ്റീനിലേക്ക് നടന്നു. ആമി ആദ്യയുടെ അടുത്ത് കസേര വലിച്ചിട്ടിരുന്നു. വേദന ഉണ്ട് ആദ്യേട്ടാ? ആമി അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു.
ഇല്ലടി, നീ എന്നെ ഒന്ന് പിടിച്ച് ഞാൻ ഒന്ന് ഇരിക്കട്ടെ. ഇങ്ങനെ തന്നെ എത്രയെന്ന് വെച്ചാണ് കിടക്കുന്നത്. ആദി പറഞ്ഞു കേട്ട് ആമി അവനെ പതിയെ എഴുന്നേൽപ്പിച്ചിരുത്തി. ഓക്കെ അല്ലേ? ആമി അവന്റെ തലയിണയും പുതപ്പും ശരിയാക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ ആദിയുടെ ശ്രദ്ധ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു. ആദ്യേട്ടാ, ആമി അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ? പെട്ടെന്ന് സ്ഥലകാല ബോധം വന്ന് ആദി ചോദിച്ചു. ഓക്കെ അല്ലേ? ആമി ചോദിച്ചതിന് ആദി തലയാട്ടി മറുപടി കൊടുത്തു. ആമി അവനിൽ നിന്ന് അകന്നു മാറി. വെള്ളം എടുക്കുമ്പോഴാണ് വാതിൽ തുറന്ന് ക്രിസ്റ്റി വന്നത്. നീ എവിടെയായിരുന്നോടാ? ക്രിസ്റ്റിയെ കണ്ട ഉടനെ ആദി ചോദിച്ചു. ഈ മുതലിനെ കൊണ്ടുവരാൻ പോയതാ. ക്രിസ്റ്റി പുറകോട്ട് തിരിഞ്ഞ് പറഞ്ഞു കേട്ട് ആമിയുടെയും ആദിയുടെയും ശ്രദ്ധ അവിടേക്ക് പോയി. വെള്ളച്ചട്ടയും മുണ്ടുകൊടുത്ത് സാറാമ്മച്ചി വരുന്നത് കണ്ടതും ആമിക്ക് സന്തോഷമായി. അവളുടെ കണ്ണുകൾ തിളങ്ങി. അമ്മച്ചി? ആമി പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് നടന്നു. നീ എന്തിനാണ് അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ആദി ക്രിസ്റ്റിയോട് ചോദിച്ചു. ഞാൻ കൊണ്ടുവന്നൊന്നല്ല മോനെ, ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെ രാത്രി മുതൽ ഞാൻ ഫോൺ എടുക്കാത്ത കണ്ട് എൻ്റെ പൊന്നമ്മച്ചിക്ക് ടെൻഷനായി. രാവിലെ തിരിച്ചു വിളിച്ചപ്പോൾ കളത്തിങ്കിൽ സാറമ്മച്ചിയുടെ വായിൽ നിന്ന് സരസ്വതി കേട്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയി നിന്റെ ഈ അവസ്ഥ. അപ്പൊ തന്നെ നിന്നെ കാണുന്നു തോന്നി നമ്മുടെ മോനായനെയും കൂട്ടി ഇറങ്ങിയതാ. ഹോസ്പിറ്റലിന്റെ മുമ്പിലെത്തി എന്നെ വിളിച്ച് ചോദിക്കുക ആദ്യമോന്റെ മുറി ഏതാന്ന്. ഞാൻ തന്നെ നെട്ടിപ്പോയി. ക്രിസ്റ്റി പറഞ്ഞു കേട്ട് ആമി അമ്മച്ചിയെ നോക്കി. അമ്മച്ചി കണ്ണടൊന്ന് നേരെയാക്കി അവളെ നോക്കി കണ്ണ് ചിമ്മി. എൻ്റെ അമ്മച്ചി, എനിക്കൊന്നും ഇല്ല. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ആദ്യം അമ്മച്ചിയെ നോക്കി പറഞ്ഞു. അമ്മച്ചി നടന്നു വന്ന് അവന്റെ അടുത്തുള്ള കസേരയിരുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കി കൊച്ചേ. ഒരുപാട് വട്ടം നിനക്ക് ചോറ് വിളമ്പി തന്ന കൈയാണ്. പെറ്റിട്ടില്ലെങ്കിലും നീ എൻ്റെ മോനാണ്. മക്കൾക്ക് എന്നതെങ്കിലും പറ്റിയെന്നറിഞ്ഞ് അമ്മമാർക്ക് അടങ്ങിയിരിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? അമ്മച്ചി പറഞ്ഞു കേട്ട് ആദ്യം ഒന്ന് ചിരിച്ചു. അല്ലെങ്കിലും കളത്തിങ്കിൽ സാറ തോമസിനോട് വാക്കുകൊണ്ട് പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ആദ്യം പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു. നീ എന്നതോ പണി ചെയ്യല്ലായിരുന്നു കൊച്ചേ, അതങ്ങ് മുഴുവനാക്കിയേര്. അമ്മച്ചി ആമിയോട് പറഞ്ഞു കേട്ട് ആമി ചിരിച്ചു. അത് ആദ്യേട്ടന് വെള്ളം കൊടുക്കാൻ അവൾ ചടപ്പോടെ പറഞ്ഞു. ആ, എന്നങ്ങതങ്ങ് ചെയ്യേ. ആമി ഒന്നും മിണ്ടാതെ അവന് വെള്ളം എടുത്തു കൊടുത്തു. ആദിക്ക് കൈ വയ്യാത്തോണ്ട് ആമി അവന് ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചു കൊടുത്തു. അമ്മച്ചി ക്രിസ്റ്റിയെ നോക്കി വാപ്പൊത്തി ചിരിച്ചു. അതേപോലെ തന്നെ ക്രിസ്റ്റിയും. അവരെ കളി കണ്ട് ആമി രണ്ടിനെയും കൂർപ്പിച്ചു നോക്കി. അല്ലടാ ആദി, എന്തു വന്നില്ലേ? സാറമ്മച്ചി ചുറ്റിലെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വീട്ടിൽ അറിയിച്ചിട്ടില്ല അമ്മച്ചി. അറിഞ്ഞ അമ്മ ടെൻഷനും കയറി BP കൂടും. ഒരുവിധം മാറിയിട്ട് പറയാമെന്ന് കരുതി. ആദ്യം പറഞ്ഞു കേട്ട് സാറാമ്മച്ചി തലയാട്ടി. എവിടെയാണ് നിന്റെ പെണ്ണ്? എന്റെ മോന്റെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് നിക്കൊന്ന് കാണാമല്ലോ. അപ്പൊ മാഡത്തിന്റെ വരവിന് ഉദ്ദേശം അതായിരുന്നു? അമ്മച്ചി പറഞ്ഞു കേട്ട് ക്രിസ്റ്റ് കൈകെട്ടിയെന്ന് ചോദിച്ചു. വന്നത് എന്റെ മോനെ കാണാനാണ്. വന്ന പക്ക എന്റെ മരുമോളൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എന്റെ കൊച്ചിനെ അവൾക്ക് വേണ്ടാത്തതിന്റെ കാരണം ഒന്നും അറിയണല്ലോ. അമ്മച്ചി നിഷ്കുവായി പറഞ്ഞു കേട്ട് ക്രിസ്റ്റി അവരെ നോക്കി. ആദ്യേട്ടാ, ഈ ചാച്ചനെന്നെ വെറുതെ. മില എന്തോ ഉച്ചത്തിൽ പറഞ്ഞ അകത്തേക്ക് വന്നപ്പോഴാണ് ക്രിസ്റ്റിയെയും അടുത്തിരിക്കുന്ന സ്ത്രീയെയും കണ്ടത്. അവരുടെ വേഷവും ഭാവവും എല്ലാം കണ്ടപ്പോൾ തന്നെ മിലിക്ക് ആളെ മനസ്സിലായി. അവളുടെ ഹൃദയമിടിപ്പ് ഏറി.